അരങ്ങത്ത് വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഹൗസ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ പോവാണ്. അതായത് എന്റെ അമ്മയും ബാക്കി വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് പോവാണ്. അപ്പോ എന്റെ രണ്ട് പിള്ളേരും വെള്ളിയാഴ്ച വൈകുന്നേരം പോട്ടയിലേക്കുള്ള ബസ്സിൽ കയറി പോയിട്ടുണ്ട് കേട്ടാ. ഞങ്ങളെ രണ്ടുപേരും അവര് കൊറേ വിളിച്ചു എന്ന് വെച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല കേട്ടാ. ഏട്ടന് വർക്ക് സൈറ്റിലും പോണായിരുന്നു, എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുകളും ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞാനും ഏട്ടനും പുറത്തിരുന്ന് സംസാരിക്കണേന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങളുടെ ടൂ വീലറുമേ ഒരു കുഞ്ഞ നൈറ്റ് ഡ്രൈവ് പോവാന്ന് തീരുമാനിച്ചു. പ്രശാന്ത് ഏട്ടന് ഡ്രസ്സ് മാറാനൊന്നുമില്ല, നീ വേഗം റെഡി ആയിട്ട് പോരേന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തിടാൻ പറ്റണ ഒരു ടോപ്പ് എടുത്തിട്ട് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാനുള്ള നേരമില്ലാത്തതുകൊണ്ട് സ്കിൻ കെയർ മാത്രം ചെയ്ത് പ്രശാന്ത് ഏട്ടന്റെ കൈമിടണ ബാൻഡൊക്കെ എടുത്ത് എന്റെ കൈമ കയറ്റിയിട്ടാണ് ഞാൻ പോവാൻ പോകുന്നത്. ഈ ഇട്ടിരിക്കുന്ന ബാഗ് മുംബൈയിൽ നിന്ന് പ്രശാന്ത് ഏട്ടൻ എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടാ. ചെറിയൊരു നൈറ്റ് ഡ്രൈവ് മാത്രല്ല, നമ്മൾ മുംബൈയിൽ പോയപ്പോ ദഹിപൂരിയും പാനിപൂരിയും ഒക്കെ കഴിച്ചില്ലേ, അപ്പൊ അത് കഴിക്കാൻ ഒരു മോഹം തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെയാ ഡൽഹി പോയി വന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ ലസ്സി മിസ് ചെയ്തിട്ട് ഞാൻ വീട്ടിലിടയ്ക്ക് ലസ്സി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പാനിപൂരിയും ദഹിപൂരിയും പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാ മുംബൈയിൽ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് കഴിക്കാറുണ്ട്. അത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഷോപ്പാണ്. നമ്മുടെ മണികണ്ഠൻ ചേട്ടന്റെയും രശ്മി ചേച്ചിയുടെയും ഷോപ്പാണ്. ചാട്ട് ചില്ലെന്നാണ് പേര്. പാനിപൂരിയും ദഹിപൂരിയും മാത്രല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഈ പാനിപൂരി ഒക്കെ പുറത്തുനിന്ന് കഴിക്കാനായിട്ട് വൃത്തിയുടെ ഒരു പ്രശ്നമല്ലേ നമുക്ക് തോന്നാറ്. ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. സത്യമായിട്ടും ഇതൊരു പ്രൊമോഷൻ അല്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുമ്പോ അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. അവരറിഞ്ഞിട്ടുമില്ല ഞങ്ങൾ അങ്ങോട്ട് ചെന്നതും പോന്നതും. 4-5 തവണ ഞാൻ മുൻപും ഇവരെ ഷോപ്പിൽ പോയിട്ടുണ്ട്. എന്ന് പോയാലും ഞാൻ കഴിക്കാറുള്ളത് ദഹി പൂരിയും പാനിപൂരിയാണ്. പിന്നെ പ്രശാന്തേട്ടൻ കഴിക്കാറുള്ളത് വടാപ്പാവും മസാലപ്പൂരിയും ഒക്കെയാണ്. അപ്പൊ ഇന്ന് മസാലപ്പൂരിയാണ് പ്രശാന്തേട്ടൻ പറഞ്ഞേക്കണേ, ഞാൻ പറഞ്ഞിരിക്കുന്നത് ദഹിപൂരിയാണ്. ആദ്യം വന്നത് മസാലപ്പൂരി ആയതുകൊണ്ട് തന്നെ പ്രശാന്തേട്ടന്റെ കൂടെ തന്നെ ഞാനും ടേസ്റ്റ് ചെയ്തു. അത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദഹിപൂരി വെയിറ്റ് ചെയ്ത് പ്രശാന്തേട്ടന്റെ മസാല പൂരി ഏകദേശം ഞാൻ പകുതി തീർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദഹിപൂരി എത്തി മക്കളെ. ഇത് കാണുമ്പോ ഇപ്പോഴും എനിക്ക് കൊതിയാവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ അവിടുത്തെ ദഹിപൂരി, ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു ഭക്ഷണവും ഫുള്ള് കഴിക്കാൻ പറ്റാറില്ലാത്ത ഞാൻ ഈ ഒരു ഫുഡ് ഫുള്ള് കഴിക്കാറുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഈ വീഡിയോ അവര് കാണുമ്പോ അവർക്ക് അതൊരു സർപ്രൈസ് ആവൂട്ടാ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വഴിനീളെ ലൈറ്റുകളെല്ലാം കണ്ടില്ലേ, എന്താ സംഭവം എന്നറിയോ? ഞങ്ങളുടെ കൊടകരപ്പള്ളിയിൽ പെരുന്നാളും കൂടിയാണ് ഇന്ന്. ഒന്ന് മുകളിലോട്ട് നോക്കിയേ, എന്തു ഭംഗിയല്ലേ ആ ഹാങ്ങിങ് ലൈറ്റുകള്. എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. അങ്ങനെ ഇന്നത്തെ വരവ് കൊണ്ട് 2 പരിപാടി നടന്നില്ലേ. പള്ളിപ്പെരുന്നാളും കൂടാൻ പറ്റി, ദഹിപൂരി കഴിക്കാൻ പറ്റി. പള്ളിയിൽ ഞങ്ങൾ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പള്ളിയിലൊക്കെ കയറി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പോന്നേനെ. അങ്ങനെ നമ്മുടെ കുഞ്ഞു നൈറ്റ് ഡ്രൈവ് ഒക്കെ തീർത്ത് നമ്മൾ നമ്മുടെ സ്വസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ.